പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, നിങ്ങൾക്ക് ഈ മാസം പൊതുവായി സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നീ വിഷയങ്ങളിൽ അല്പം പ്രതികൂല അനുഭവങ്ങളും, വസ്തു, പഠനം, ജോലി, ബിസിനസ്, വിവാഹം, സന്താനം മുതലായവയിൽ അനുകൂല ഫലങ്ങളും ഉണ്ടാകും. ഈ ഇടവം രാശിക്കാരായ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലെ പുണ്യശക്തിയെ ആണ്. ഈ പുണ്യശക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ട കാര്യങ്ങൾ എല്ലായ്പ്പോഴും ചെയ്യുക. മൃഗങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കും നല്ല രീതിയിൽ ഭക്ഷണം നൽകി പരിപാലിക്കുക. ചുറ്റുപാടുള്ള ആളുകളുമായിട്ട് അവരെ പരിഗണിക്കുന്ന രീതിയിൽ അവർക്ക് ഉപകാരം ചെയ്തുകൊണ്ട് അവരുമായി സഹകരിച്ചു പോവുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പുണ്യശക്തി വർദ്ധിപ്പിച്ച് നിങ്ങളുടെ ദോഷങ്ങളിൽ നിന്ന് വലിയ ഒരു പരിധിവരെ നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കും എന്ന് പറയാം. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മറ്റുള്ളവരെ നല്ല രീതിയിൽ പരിഗണിക്കേണ്ട ഒരു ആവശ്യം വളരെ അധികം ഉണ്ട്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായും കണ്ട ശേഷം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായിട്ട് നൽകുക. ഇനി നമ്മൾക്ക് വിശദമായി ഓരോ രാശിയിലേക്കും ഓരോ ഫലത്തിലേക്കും പോകാം. സാമ്പത്തികമായി ഇടവം രാശിക്കാർ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുമൂലം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങൾ, ഇവയിലൂടെ നിങ്ങൾക്ക് ധനം നഷ്ടപ്പെടുവാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായിട്ടും ആഗ്രഹത്തിന്റെ പുറകെയുമൊക്കെ നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ആളുകൾക്ക് വിധേയമായിട്ടും അതിലൂടെയും പണം ചെലവാകുവാനുള്ള സാധ്യതകൾ ഉണ്ട്. നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്ലാനിങ്, ആവശ്യത്തെയും ആഗ്രഹത്തെയും കൃത്യമായി വേർതിരിച്ചറിഞ്ഞ് ആവശ്യത്തിന് വേണ്ടി കൂടുതൽ ധനം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വരിക. പഠനം ആയി ബന്ധപ്പെട്ട് ഇടവക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും വിദേശത്ത് പോകുവാൻ അവസരമുണ്ടെങ്കിൽ പോകാവുന്നതാണ്. ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ എടുത്ത് നല്ല രീതിയിൽ മികച്ച സ്കില്ലുകൾ ഉണ്ടാക്കി മുന്നേറുവാൻ ഇത് സഹായിക്കും. കർമ്മമേഖലയിൽ, അതായത് ജോലിയിൽ, സർക്കാർ ജോലി, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ, വാഹന വിഷയങ്ങൾ, IT, നെറ്റ്വർക്ക്, ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട പ്രൊഫഷൻ എന്നിവയിലൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് കാണുന്നത്. ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ കർമ്മം അനുഷ്ഠിക്കുന്നവർക്കും അവരുടെ സ്കില്ലുകളൊക്കെ മെച്ചപ്പെടുത്തി നല്ല രീതിയിൽ മുന്നേറുവാനുള്ള അവസരം ഉണ്ടാകും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇടവം രാശിക്കാർക്ക് അല്പം അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത്. റിയൽ എസ്റ്റേറ്റ്, അതുപോലെ ജിംനേഷ്യം, യോഗ ആൻഡ് ഫിറ്റ്നസ് സെന്ററുകൾ എന്നിവിടങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബിസിനസ്സുകൾ ആരംഭിക്കുകയോ അത്തരത്തിലുള്ള ബിസിനസിന്റെ പാർട്ട് ആകാൻ ക്ഷണം ഉണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സ്വീകരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമായിട്ടുള്ള സമയമാണ് എങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. കുടുംബ വിഷയത്തിൽ, പ്രത്യേകിച്ചും ജനിച്ചു വളർന്ന കുടുംബത്തിൽ മാതാപിതാക്കന്മാരുമായും സഹോദരങ്ങളുമായും പ്രയാസങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ചും സ്വത്ത് തർക്കങ്ങളോ കലഹങ്ങളോ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ മുൻകൂട്ടി കണ്ടറിഞ്ഞ് അത് പരിഹരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഉണ്ട്. വിവാഹം ആലോചിക്കുന്ന ഇടവം രാശിക്കാർക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും. സന്താന വിഷയത്തിലും ഇതേ രീതിയിൽ അനുകൂല ഫലങ്ങൾ ഉണ്ടാകും. വിവാഹം കഴിഞ്ഞ ദമ്പതിമാർക്ക് സന്താന ഭാഗ്യവും, സന്താനമുള്ളവർക്ക് സന്താനങ്ങളിലൂടെ ഗുണഫലങ്ങളും അവർക്ക് ഉന്നതിയും ഉണ്ടാകും എന്ന് പറയാം. ആരോഗ്യ വിഷയങ്ങളിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഇടവം രാശിക്കാർ. പ്രത്യേകിച്ചും അമിതമായ ഭക്ഷണം, വ്യായാമക്കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ, നട്ടെല്ലിന്റെ പ്രയാസങ്ങൾ, പ്രത്യേകിച്ചും കുടവയർ, അതുമായി ബന്ധപ്പെട്ട ഗ്യാസ് ട്രബിൾ, ദഹനക്കുറവ് മുതലായ പ്രയാസങ്ങളും ചില ഇടവൻ രാശിക്കാർക്ക് വലിയ രീതിയിൽ ഉണ്ടാകാറുണ്ട്. നല്ല രീതിയിൽ ജീവിതശൈലി ക്രമപ്പെടുത്തി വ്യായാമം, യോഗ മുതലായവ ശീലിക്കുക. ജപം, പ്രാർത്ഥന, ധ്യാനം എന്നിവയും നിത്യ ജീവിതത്തിന്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകുക. ഇത്രയുമാണ് ഇടവം രാശിക്കാർക്ക് ഫലങ്ങളായിട്ട് സെപ്റ്റംബർ മാസത്തിൽ പറയുവാനുള്ളത്.
നിങ്ങളുടെ പരിഹാരങ്ങളായിട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കുടുംബ ദേവതയെയാണ്. കുടുംബ ദേവതയെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നിത്യേന സ്മരിച്ച് കാര്യങ്ങൾ പുറപ്പെടുന്നത് തീർച്ചയായും ഗുണഫലം ചെയ്യും. ദേവിക്ക് നിറമാല, അലങ്കാര പൂജ, അതുപോലെ പുഷ്പാഞ്ജലി എന്നിവ കഴിക്കാം. എല്ലാറ്റിലും ഉപരിയായി നിത്യേന ജപം ശീലിച്ച് പ്രാണായാമം, ധ്യാനം എന്നിവ അഭ്യസിച്ച് മുന്നോട്ട് പോകുന്നത് ശ്രേയസ്കരമായിരിക്കും. എല്ലാ ഇടവം രാശിക്കാർക്കും നല്ല ഒരു സെപ്റ്റംബർ മാസം ആശംസിച്ചുകൊള്ളുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.